തിളങ്ങുന്ന പടയാളിയിലൊരുത്തനെ ഗ്രീക്ക് ദേവൻ തൻ്റെ വാളിൽ കോർത്തിരിക്കുന്നു. തൊട്ടപ്പുറത്തതാ അവരുടെ കാവൽ മാലാഖയുടെ ഹൃദയത്തിൽ ഒരു ശരം തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവർ പരാജയപ്പെടാൻ പോകുന്നു. ബംഗാളിലെ അതിഥികൾ അവരുടെ വിജയക്കൊടി ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോഴതാ ആകാശത്തിന്റെ ഏതോ കോണിൽ മറഞ്ഞിരുന്ന ചെകുത്താൻ അവരുടെ രക്ഷകനായി അവതരിക്കുന്നു. പ്രപഞ്ചം വിറപ്പിച്ച കുതിപ്പിൽ എതിരാളിപ്പട വിറങ്കലിച്ചു പോയി. ഇതേ സമയം അപകടം മനസ്സിലാക്കിയ ഗ്രീക്ക് ദേവൻ എങ്ങോ മറഞ്ഞു പോയിരുന്നു. ചെകുത്താന്റെ ആഘാതത്തിൽ നന്നേ പരിക്കേറ്റ ബംഗാൾ പട അവസാനം സമാധാനത്തിൽ പിരിയാൻ തീരുമാനിച്ചു. എല്ലാം ശാന്തമായി അവസാനിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അതേസമയം അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് ആ മണ്ണിൽ ഒരു കരിമ്പുലി. ഏതറ്റത്തിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല. ഞാൻ ഈ മത്സരം കണ്ടു കഴിഞ്ഞ് കരഞ്ഞിട്ട് ആ ഒരു ഫുൾ ഇമോഷൻസിൽ നിൽക്കുകയാണ്. അതുകൊണ്ടൊരു മാച്ച് റിവ്യൂ പോലൊന്നും ആയിരിക്കില്ല ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഫുൾ ഇമോഷൻസ് ആയിരിക്കും. നമസ്കാരം അവർക്കും ഡോൺ സ്റ്റാർസും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്കറിയില്ല കഴിഞ്ഞ സീസണിൽ ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടും ഞാനിങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പെപ്രയുടെ ആ ഒരു സെക്കൻഡ് ഗോൾ വന്നപ്പോൾ എൻ്റെ മോനെ, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സെയിം ഇമോഷൻ തന്നെ ആയിരിക്കും. പക്ഷെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഈസ്റ്റ് ബംഗാൾ ആദ്യ ഗോൾ സ്കോർ ചെയ്ത ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് തിരിച്ചടിച്ചപ്പോൾ തൃപ്തിയായി, മതി, അവിടെ നിർത്തിക്കോ എന്നതായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. തോൽവി വേണ്ട, സമനിലയിൽ പിടിച്ച് നിന്നാൽ മതി എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന ഒരു ആരാധകൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമുക്ക് ചില പേരുകൾ പറഞ്ഞ് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ ആദ്യത്തെ പേര്, അത് ഗോളുകൾ അടിച്ചവരുടെ പേരാണ് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ലൈനിൽ ഒരു കടുവയെ കണ്ടു. തന്റെ പഴയ റൈവൽസിനെ ഒറ്റയ്ക്ക് തടഞ്ഞിടുമെന്ന് ശപഥമെടുത്ത ബംഗാൾ ടൈഗർ, അതെ, നമ്മുടെ സ്വന്തം പ്രീതം കോട്ടാൽ. ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് ഒരു റൂമർ പ്രചരിച്ചിരുന്നു, പ്രീതം കോട്ടാൽ മോഹൻ ബഗാനിലേക്ക് തിരിച്ചു പോകുന്നു എന്ന്. അപ്പൊ ചില പ്ലാസ്റ്റിക്കുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് പോട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ എഴുതി വിടുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രീതം കോട്ടാൽ എന്ന ഇന്ത്യയുടെ ശക്തനായ കാവൽക്കാരൻ എന്തായിരുന്നുവെന്നും എന്താണ് എന്നും ഇന്നത്തെ മത്സരത്തിൽ വ്യക്തമായി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പേര് സച്ചിൻ സുരേഷ്. കളി കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിനകത്തേക്ക് പന്ത് വന്ന് വീഴുമ്പോൾ പേടിച്ചിട്ട് ഹൃദയം പൊട്ടി വെളിയിൽ വരുമെന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സച്ചിൻ ഇത്രയും ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ പോലും എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ തടഞ്ഞിടുന്നത്. മുൻപ് വർണ്ണിക്കാനായി കാവൽ മാലാഖ എന്ന് ഇയാളെ വിശേഷിപ്പിച്ചിരുന്നു. അതൊരിക്കലും ഒരു ഭംഗി വാക്കായിരുന്നില്ല. യഥാർത്ഥത്തിൽ സച്ചിൻ സുരേഷ് ഈ മത്സരത്തിലെ കാവൽ മാലാഖ തന്നെയായിരുന്നു. ഇനി അടുത്ത രണ്ട് പേരുകൾ, അലക്സാണ്ടർ കോയഫ് ആൻഡ് വിപിൻ മോഹനൻ. മധ്യനിരയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രധാന അഭാവത്തെ അലക്സാണ്ടർ കോയഫും വിപിൻ മോഹനനും ഭംഗിയായി തന്നെ പരിഹരിച്ചു എന്ന് പറയാം. കോയഫിന്റെ രണ്ടാമത്തെ മാത്രം മത്സരമാണിത്. എന്നിട്ടും അയാൾ നിലയുറപ്പിച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അടുത്ത പേര് ഇനിയെങ്കിലും കുറച്ചുകൂടെ വ്യക്തമായി വിവരിക്കേണ്ട പേരാണ്, വലത് വിങ്ങിലെ ഓട്ടക്കാരൻ രാഹുൽ KP. മത്സരം ഗോൾ രഹിതമായി മുന്നോട്ട് പോകുമ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ മുഖത്തെ ലക്ഷ്യമാക്കി വലത് വിങ്ങിൽ നിന്നും സന്ദീപിന്റെ ഒരു കിട്ടിയിലം ക്രോസ്. രാഹുലിന് അതൊരു ഓപ്പൺ ഹെഡർ ആയിരുന്നിട്ട് പോലും ആ പന്തിന് കൃത്യമായി തലവെക്കാൻ സാധിക്കാതെ ലക്ഷ്യമില്ലാതെ ആ പന്ത് അകന്നുപോയി. അത് ഉറപ്പായിട്ടും ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ ഗോൾ വരുന്നത് സന്ദീപ് സിംഗിന്റെ എററിൽ നിന്നാണ്. ഗോൾ വന്ന് അധികം വൈകാതെ തന്നെ ആ മിസ്റ്റേക്ക് വരുത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കണം സന്ദീപ് സിംഗിനെ കോച്ച് പിൻവലിച്ചു. മത്സരത്തിലെ പോരായ്മ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ സ്പോട്ട് ചെയ്ത് പരിഹരിക്കാൻ കോച്ചിന് അറിയാം. ഈ ഒരു പോയിന്റ് ഞാനിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ സീസണിൽ രാഹുൽ KP എത്ര മത്സരങ്ങളിൽ 90 മിനിറ്റും കളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പല എറേഴ്സും വരുത്തുന്ന രാഹുൽ KP എന്തുകൊണ്ട് 90 മിനിറ്റും കളിച്ചു? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. രാഹുൽ KPയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കോച്ചിന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അയാളിലെ ഫയറിന് പടർന്നു പിടിക്കാനുള്ള സാഹചര്യം കൊടുക്കണം എന്ന് കോച്ചിന് നല്ല പോലെ അറിയാം. അപ്പോഴും പ്രശ്നമുണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രാഹുലിനെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അതെന്താ? സിമ്പിൾ ആൻസർ, he is the current victim. ഈ ഒരു വിഷയത്തെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദിസ് ഗൈസ്. ആരാധക സമ്മർദ്ദത്തിന്റെ നിലവിലത്തെ ഇരയാണ് രാഹുൽ KP. അമിതമായ അയാളിൽ ആരാധന സമ്മർദ്ദം ചെലുത്തപ്പെടുന്നുണ്ട്. മികച്ച പ്രകടനങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ചെറിയ ചെറിയ പിഴവുകളെ കുറ്റപ്പെടുത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു. ആരാധകർ പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യും, നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല.
എന്നൊക്കെ പുറമേ പറഞ്ഞാലും മനുഷ്യനാണ്, വളരെ സെൻസിറ്റീവ് ആവും, കോൺഷ്യസ് ആവും. സ്വയം എത്ര സ്ട്രോങ് ആവാൻ ശ്രമിച്ചാലും അത് ആ കളിക്കാരനെ പിന്നോട്ട് വലിക്കുക തന്നെയായിരിക്കും ചെയ്യുക. യെസ്, ഇറ്റ്സ് എ പ്രഷർ. അത് രാഹുലിന് മാത്രമല്ല, ഇവിടെ കളിച്ച പല മലയാളി താരങ്ങളും അനുഭവിച്ചതാണ്. ഒരൊറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ, നിങ്ങൾ ജെന്യൂൻ ആയിട്ട് വിചാരിക്കുന്നുണ്ടോ രാഹുൽ ഫോം ഔട്ട് ആണ് എന്ന്? ഒരിക്കലും അല്ല. ആള് വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ പോയി കളിച്ചു കഴിഞ്ഞാൽ മിന്നും പ്രകടനം തന്നെ രാഹുൽ KP കാഴ്ചവെക്കും. അതിന്റെ ഒരു റീസെന്റ് എക്സാമ്പിൾ ആണ് നിഹാൽ സുധീഷ്. ആരാധകരുടെ ആ അമിത പ്രതീക്ഷ തന്നെയാണ് അയാളെ ഹോണ്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പാണ്. ഈ ഒരു ടോപ്പിക് കുറച്ച് നീണ്ടുപോയി എന്നറിയാം, ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്ലീസ് ലെറ്റ് ഹിം പ്ലേ. ഒരു വിക്ടിമിനെ കൂടെ ഉണ്ടാക്കി എന്ന ചീത്ത പേര് നമുക്കിനി വേണ്ട. ഇതിൽ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഖേൽ സ്റ്റാർ എന്ന കോച്ച് രാഹുൽ KPയിൽ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ വരും മത്സരങ്ങളിൽ ഇതിനേക്കാൾ ബാങ് അപ്പ് പെർഫോമൻസ് രാഹുലിന്റെ ഭാഗത്തു നിന്നും കാഴ്ചവെക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത പേര് ജെസൂസ് ജിമിനസ്. മത്സരം തുടങ്ങിയ ആദ്യ 11 മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീപ്പൊരി കളി നമ്മൾ കണ്ടു. അതിനിടയ്ക്കാണ് അപ്രതീക്ഷിതമായിട്ട് വന്ന ജീസസിന്റെ ഒരു കർവിംഗ് ഷോട്ട് പോസ്റ്റിലിടിച്ച് തെറിച്ചു പോയത്. പക്ഷെ അതിനുശേഷം ജീസസിന്റെ ഒരുപാട് അറ്റംപ്റ്റുകളൊന്നും നമ്മൾ കണ്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യനിരയിൽ നിന്നും കുറെ പന്തുകളൊന്നും സപ്ലൈ ചെയ്യപ്പെട്ടില്ല. പക്ഷെ ജീസസ് ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞു, മെയിൻ മധ്യനിരക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗോൾ അടിക്കാൻ ആളുണ്ട് എന്ന്. And here comes the real hero. ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ പ്രീതം കോട്ടാൽ പോക്കറ്റിലാക്കിയപ്പോ മുഹമ്മദ് റാക്കിബ് നോവ സദോയെയും പിടിച്ചു കെട്ടി. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിലേക്ക് ടീമിന്റെ ഒരു ഗെയിമിൽ നിന്നും ഒറ്റപ്പെട്ട് മാറിയിട്ടാണ് നോവ സദോയ് കളിച്ചുകൊണ്ടിരുന്നത്. ഇടത് വിങ്ങിൽ നിന്നും പല തന്ത്രങ്ങൾ കാണിച്ച് മുന്നേറാൻ ശ്രമിച്ചിട്ടും നോവയ്ക്ക് രക്ഷയില്ല. അപ്പോഴതാ സന്ദീപിന്റെ ഒരു ക്ലിയറൻസ് മിസ്റ്റേക്കിൽ നിന്നും തലവേദനയായ നന്ദകുമാർ ശേഖറിന്റെ ഒരു ത്രൂ ബോൾ വരുന്നത്. ആ പന്ത് പിടിച്ചെടുത്ത ഗ്രീക്ക് ഗോഡ് ദിമിത്രിയോസ് ഓപ്പണായി കിട്ടിയ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടി. ആ മൊമെന്റിന് 2 മിനിറ്റ് മാത്രം മുമ്പ് കളത്തിലേക്ക് ഇറങ്ങിയ മലയാളി താരമായ വിഷ്ണു പേവിക്ക് വളരെ സുന്ദരമായിട്ട് പന്ത് മറിച്ചു കൊടുക്കുന്നു. സ്വപ്നം പോലൊരു നിമിഷം. മലയാളി ആരാധകർക്ക് മുൻപിൽ വിഷ്ണു PVയുടെ സിമ്പിൾ ഗോൾ. സഹകളിക്കാർക്കൊന്നും ഈ ഒന്നിനും നടക്കൂല എന്ന് മനസ്സിലാക്കിയ നോവയുടെ പിടുത്തം വിട്ടു. അത് തന്നെയായിരിക്കണം നോവയുടെ അവിടുത്തെ മൈൻഡ് വോയിസ്. അതുവരെ തന്നെ പിടിച്ചു കെട്ടിയ റാക്കിപ്പിന്റെ മുൻപിലൂടെ തന്നെ നൃത്തം വെച്ച് ഒറ്റയ്ക്ക് മുന്നേറി പ്രപ്ഷുക്കൻ ഗില്ലിന്റെ കാലുകൾക്കിടയിലൂടെ ഒരു ബാങ്. പ്രതീക്ഷയില്ലാതെ സ്തുതി പാടിക്കൊണ്ടിരുന്ന ആ ഗാലറി ആ ഗോളിന് ശേഷം ആർത്തിരമ്പി. ആ ശബ്ദം കേട്ട് ഈസ്റ്റ് ബംഗാൾ നിര പാടെ തകർന്നുപോയി. ആ ഒരു ഗോളിന് ശേഷം നോവ സദോയ് ഒരു ഫ്രീ മാൻ ആയ പോലെ അസാധ്യ കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത ഒരു അടിപൊളി കളി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നോവ സദോയ് ഇനിയും ഈ മണ്ണിൽ മായാജാലങ്ങൾ കാഴ്ചവെക്കും. പിന്നീട് കളത്തിലേക്ക് ഇറങ്ങിയ 3 പേരുകൾ അസർ, ഐമൻ ആൻഡ് ക്വാമെ പെപ്ര. ഇതിൽ ഐമന്റെ സ്പ്രിന്റിംഗ് സ്കില്ലിന് മുന്നിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഡിഫൻസ് പേടിച്ചു പോയിരിക്കണം. ജയിക്കണമെന്ന ആർജവമുള്ള ചോരത്തിളപ്പ് മാറാത്ത 2 ചെക്കന്മാരാണ് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവരെ പിടിച്ചു നിർത്താൻ ഈസ്റ്റ് ബംഗാൾ നല്ല രീതിയിൽ വേർത്തു. മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഒരു ക്ലിയറൻസ് പാസ് രാഹുലിന്റെ അതിസമ്മർദ്ദത്തിൽ മിസ്സാവുന്നു. തട്ടി വന്ന പന്തിനെ കളക്ട് ചെയ്യാനെത്തിയ ഈസ്റ്റ് ബംഗാൾ താരത്തിന്റെ മേലേക്ക് ഐമന്റെ ഒരു ചുക്ക് ടാക്കിൾ. അവിടെ നിന്നും ആ പന്ത് കിട്ടിയത് ക്വാമെ പെപ്ര എന്ന കരിമ്പുലിയുടെ കാലി. മറുത്തൊന്ന് ചിന്തിക്കാതെ തന്റെ ഇടം കാലുകൊണ്ട് ഈസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും വിലപ്പെട്ട ഡിഫൻഡറിന്റെ കാലുകൾക്കിടയിലൂടെ 2ാം ഗോൾ നേടുന്നു. തോറ്റു നിന്ന ബ്ലാസ്റ്റേഴ്സ് അതിനാടകീയമായ നിമിഷത്തിലൂടെ തിരിച്ചു വന്നിരിക്കുന്നു. ശരിയാണ്, ഈ ഒരു മത്സരം ഒരു വമ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച മത്സരമല്ല, വലിയ റൈവൽസിനെ തോൽപ്പിച്ച മത്സരമല്ല, കപ്പടിച്ചിട്ടുമില്ല. പിന്നെ ഇത്രയൊക്കെ ആഘോഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ തുടങ്ങിയ ഈ ഒരു സീസണിൽ ഈ ഒരു ടീം ഈ ഒരു വിജയം കൊണ്ടുവന്നത് ഉറപ്പായിട്ടും ആഘോഷിക്കപ്പെടണം. സോ അവസാനമായിട്ട് ഒരു പേര് കൂടെ, മിഖായേൽ സ്റ്റാറെ. കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്താണ് എന്ന് വ്യക്തമായി കാണിച്ചു തന്നു ഈ മനുഷ്യൻ. കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഒറ്റ വാക്ക്, താങ്ക് യു സോ മച്ച്.